ഇത് ഇന്റർനെറ്റിന്റെ വിജയം, അപ്പിക്കുപ്പായത്തിന്റെ മരണം. ഇതൊരു ഒരുത്തി എന്റെ നേരെ വന്നിട്ടില്ല. ഇപ്പൊ അവരുടെ മുമ്പിൽ താളിയെടുത്ത് നടക്കാൻ വയ്യുണ്ടാക്കില്ലേ? എല്ലാവരും കൂടി എന്നെ കളിയാക്കി കൊല്ലുക. ഫ്ലാഷ് ബാക്ക്. ഹിജാബ് ഇട്ടാൽ നിങ്ങൾ നല്ല പതിവ്രതയായ ഒരു സ്ത്രീ, ഹിജാബ് ഇട്ടില്ലെങ്കിലോ നിങ്ങൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം നിങ്ങളൊരു വേശ്യയാണ് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരുപാട് പെൺകുട്ടികൾ മനോഹരമായി ഡാൻസ് ചെയ്തിട്ടും ഒരു പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്താ കാര്യം? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ഈസ് വെയറിംഗ് ഹിജാബ്. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ, വിമാനമല്ല റോക്കറ്റ്. ഡാൻസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ്. പക്ഷെ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാമോ? ശശിയെ എന്നാണ് ഈ പറയുന്നത്? ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ധരിക്കില്ലേ? എന്തിനാണ്? സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഈ സീറ്റ് ബെൽറ്റ് ധരിച്ചുകൊണ്ട് തിരക്കുള്ള സ്ഥലത്തിലൂടെ 100-120 സ്പീഡില് കാർ ഓടിച്ചു പോയാൽ എങ്ങനെ ഇരിക്കും? അയ്യോ മേഡം, ഭയങ്കര തമാശക്കാരിയാണല്ലോ, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ കാർ ഓടിക്കുന്ന ആൾക്കും അവിടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഡേഞ്ചർ അല്ലേ? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഹിജാബ് എന്ന് പറയുന്നത് ഒരു സാധാരണ തുണിയല്ല. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ വിശ്വാസം അള്ളാഹ് കൽപ്പിച്ച രീതിയിൽ മാന്യമായും എളിമയോടും കൂടി ധരിക്കുന്ന ഒന്നാണ് ഹിജാബ്. അളിയന്റെ കയ്യിൽ ഇതുപോലെ ഒരുപാട് തത്വങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇസ്ലാം വിശ്വാസികൾക്ക് അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതാ നിന്റെ വിഷമം? അല്ല പിന്നെ ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഡാൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ ദയവ് ചെയ്ത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. ഞാൻ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കാനോ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ നാളെ ഇത് കണ്ട് മറ്റുള്ളവർ കൂടി ഇതേപോലെ ഇറങ്ങിയാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. നീ ഒന്നും പണയണ്ട. ഇതൊരു മതചിഹ്നമാണ്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നവരൊക്കെ കളിച്ചോ, പക്ഷെ നിങ്ങൾ ഹിജാബ് ഊരി വെച്ചിട്ട് കളിക്കണം. ഈ പാട്ട് ഞാൻ നമ്മുടെ താത്താക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, റോളിംഗ് സാർ, ആക്ഷൻ. പക്ഷെ ദയവ് ചെയ്ത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. ഹിജാബ് മതചിഹ്നമാണ്. പ്രഭാകര, ഹിജാബ് ചോയ്സ് അല്ല, ഹിജാബ് ചോയ്സ് അല്ല. ഹിജാബ് വസ്ത്രമല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോ ഏതോ തുടർ നാടകമാണ്. വസ്ത്രമെന്ന് വാദിച്ചവർക്കിപ്പോ മറുപടി മുട്ടി. പേപ്പട്ടി മത സദാചാര ഗുണ്ടയായി കയറിയ മുബിയെന്ന ഹൂറി. ഒരിക്കലും ഒരു 2-3 മുടി പുറത്ത് കണ്ടെന്ന് പറഞ്ഞ പോകുന്ന വിശ്വാസമാണെങ്കിൽ അത് പൊക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കും. അറിയാതെ ഹിജാബ് മതചിഹ്നമെന്ന് വെളിപ്പെടുത്തി ചോദിക്കുകയാ, അല്ലേ ജാബ് വസ്ത്രമല്ലേ? മുസ്ലിം ലോ എടുത്തോളൂ, ചേഞ്ച് വന്നിട്ടില്ല. പലവിധമായുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാലും വിടില്ല. പിന്നെ കവിതയുടെ മട്ടുമാറി. ഇന്റർനെറ്റിന്റെ വിജയം, അപ്പിക്കുപ്പായത്തിന്റെ മരണം. അപ്പിക്കുപ്പായത്തിന്റെ മരണം. ഇന്റർനെറ്റിന്റെ വിജയം, അപ്പിക്കുപ്പായത്തിന്റെ മരണം. നമുക്ക് ആഘോഷരാവാണ്. ഇത് സന്തോഷിക്ക വേണ്ട നാൾ. എല്ലാവരും ആടണം പാടണം. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇവര് തന്നെ അപ്പിക്കുപ്പായത്തിനെ കൊന്നു. നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു, ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു, ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു. ഇതൊന്നും പ്രശ്നമില്ലേ? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഈ പാട്ട് നിങ്ങൾ കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുക. രോമ
വന്നേക്കുന്നത്. നീ ഒന്ന് എഴുന്നേറ്റേ. ഇത് നിനക്കുള്ള പ്രതിഫലമല്ല, എന്റെ ഒരു സമ്മാനമാ. ഡാൻസ് കളിക്കുന്നതല്ലേ പറഞ്ഞു. അപ്പൊ ഹിജാബിന് വേണ്ടി ഒരു പാട്ട് തന്നെ നമ്മൾ അങ്ങോട്ട് ഇറക്കിയിരിക്കുകയാണ്. അകമ്പടിയായിട്ട് നമ്മുടെ മുബി ഹൂറി താത്താടെ ഡാൻസും നിങ്ങൾ അങ്ങ് വയലാർ എഴുതുമോ ഇതുപോലെ? ഹിജാബ് വസ്ത്രമല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോ വസ്ത്രമെന്ന് വാദിച്ചവർക്കിപ്പോ മറുപടി മുട്ടി പേപ്പട്ടി മത സദാചാര ഗുണ്ടയായി കയറിയ മുബിയെന്ന ഹൂറി. ഇനി ഞാൻ എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും? അറിയാതെ ഹിജാബ് മതചിഹ്നമെന്ന് വെളിപ്പെടുത്തി ചോദിക്കുകയാ അല്ലേ ജാബ് വസ്ത്രമല്ലേ? എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. ഇത് ഇന്റർനെറ്റിന്റെ വിജയം, അപ്പിക്കുപ്പായത്തിന്റെ മരണം. അപ്പിക്കുപ്പായത്തിന്റെ മരണം. ഇറാനിയ പെണ്ണുങ്ങൾ പൊറുക്കില്ല, അഫ്ഗാനികൾ പൊറുക്കില്ല. താലിബാൻ തുലയട്ടെ, മുബിഹൂരി പോകട്ടെ. ഇനി ഞാൻ എന്തിനു ജീവിക്കണം? ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച മാനം ഒരു നിമിഷം കൊണ്ട് പോയില്ലേ? ചില ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന മുസ്ലിങ്ങളായിട്ട്, ഇത് ഇവിടെ ഞാൻ മുസ്ലിം എന്നുള്ള വാക്ക് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുക. കാരണം ഇവരെ ഞാൻ ജിഹാദി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ജിഹാദികൾക്ക് നാണക്കേടാണ്. എന്നെ തേച്ചതാണല്ലേ ഇവർ ചെയ്യുന്നത് കുത്തിത്തിരിപ്പാണെന്ന് നാട്ടുകാരൊക്കെ പറയുന്നത്. ഇവിടെ ഞാൻ ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് കുറേ കമന്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാ മതി. ഒരാൾക്ക് ഒരു ഇതിനെക്കുറിച്ച് ഇങ്ങനെ വിമർശനമൊക്കെ ഉന്നയിച്ചപ്പോൾ ആൾ കൊടുത്തിരിക്കുന്ന ഒരു ഉത്തരത്തിലുള്ള വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. കാഫിറുകൾ തലകുത്തി നിന്നാലും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ബിക്കോസ് ഐ ബിലീവ് ഇൻ അല്ലാഹ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മളുടെ ഈ ഹൂറിപ്പെണ്ണ് ഈ പറയുന്ന രീതിയിൽ കാഫിറുകൾ തലകുത്തി നിന്നാലും എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഈ കാഫിറുകൾ എന്ന് ഉപയോഗിക്കുമ്പോൾ അതെന്താണ് ഉദ്ദേശം എന്ന് എനിക്ക് പറഞ്ഞു തരണം എൻ്റെ പൊന്നു മക്കളെ. ഇതാണ് എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. തട്ടമിട്ട ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കുന്നു. കമന്റ് ബോക്സ് തുറക്കാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം നല്ലൊരു ശതമാനം കമന്റ്സ് എന്തായിരിക്കുമെന്ന്. ഞാൻ കാണിച്ചു തരാം. ലുട്ടാപ്പിയെ പോലെ ഒരാള് തീന്റെ അടുത്ത് കിടക്കുന്നത്. യു ആർ നോട്ട് മുസ്ലിം. സംവൺസ് ഫ്യൂച്ചർ വൈഫ് ഈസ് ഡാൻസിംഗ്. ഇഫ് യു ചൂസ് ടു വിയർ ദ ഹിജാബ്, റെസ്പെക്ട് വാട്ട് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ. ഹിജാബ് ഈസ് നോട്ട് എ ഫാഷൻ സ്റ്റേറ്റ്മെന്റ്. സിസ്റ്റർ, യു ആർ മുസ്ലിം, യു ആർ ഡിഫറെന്റ്. ഡോണ്ട് ഡു ദീസ് തിങ്സ്, യു നോ യുവർ റിയൽ വർക്ക്. അടിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ബെൽറ്റ് റെഡിയാക്കുന്ന ഒരു ഇമേജ്. എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം, ഒരു മനസുഖം. കൊന്തയിട്ട് ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഡാൻസ് കളിക്കുമ്പോൾ ക്രിസ്ത്യൻ പുരുഷന്മാർ ഇങ്ങനെ കമന്റ്സ് ഇടാറില്ല. കുറെ തൊട്ട് ഹിന്ദു പെൺകുട്ടികൾ ഡാൻസ് കളിക്കുമ്പോൾ ഹിന്ദു പുരുഷന്മാരും ഇങ്ങനെ കമന്റ്സ് ഇടാറില്ല. അപ്പൊ എന്തുകൊണ്ടാണ് തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികൾ ഡാൻസ് കളിക്കുമ്പോൾ ഒരുപാട് മുസ്ലിം പുരുഷന്മാർ ഇങ്ങനെയുള്ള കമന്റ്സ് ഇടുന്നത്? ഇവൻ ഭയങ്കര തമാശക്കാരനാ സാറേ. അടൂർ ഭാഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. ഹിജാബ് ഇട്ട് ഡാൻസ് കളിക്കുന്നത് തെറ്റല്ലേ ബ്രോ? ഇസ്ലാമിൽ ഹറാമായ കാര്യം ചെയ്യാൻ പാടില്ല. പിന്നെ ഇതുപോലെ കാണിച്ചാൽ വിശ്വാസികൾ പറയണ്ടേ? അപ്പൊ ഇവർ അറിഞ്ഞോ അറിയാതെയോ മത പോലീസ് ആവുകയാണ്. ഇങ്ങനെ മത പോലീസ് ആകാനുള്ള ത്വര ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഞാൻ പറഞ്ഞിട്ടാ അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവൂ. പറയാനുള്ളത്, ഇവരാരും തന്നെ അവരുടെ മതം 100% ഫോളോ ചെയ്യുന്നില്ല. ഇവരെക്കാൾ തീവ്രത കൂടിയ ഒരാൾക്ക് ഇവരോട് പറയാം, ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചാൽ അന്യ സ്ത്രീകളെ കാണും, ഹറാമായിട്ടുള്ള മറ്റൊരുപാട് കാര്യങ്ങൾ കാണും. അതുകൊണ്ട് ഇൻസ്റ്റ തുറന്നാൽ നരകത്തിൽ ചുട്ടരിക്കപ്പെടും, ഇസ്ലാമിനെ പറയിപ്പിക്കരുത്, അങ്ങനെ. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുക? ഒരു സ്ത്രീ മുസ്ലിം ആയാൽ അല്ലെങ്കിൽ തട്ടമിട്ടാൽ അവൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ പാടൂ എന്നത് നിങ്ങളുടെ ആഗ്രഹം മാത്രമാണ്. അതുകൊണ്ട് അവൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല. പൊട്ടന്റെ മുമ്പിൽ ചങ്കൂതണമാതിരി ഞാൻ ഈ കാര്യം പറയാൻ തുടങ്ങിയത് വർഷം കുറയായി. പറഞ്ഞ പോലെ നിങ്ങളുടെ മതവിശ്വാസം നിങ്ങളുടെ അടിവസ്ത്രം പോലെയാണ്. അത് നിങ്ങൾക്ക് ധരിക്കാം, ധരിക്കാതിരിക്കാം. പക്ഷെ നിങ്ങൾ അത് ഇട്ടത് കൊണ്ട് എല്ലാവരും അത് ഇടണമെന്നോ അത് ഇട്ട ആളുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ പ്രവർത്തിക്കണമെന്നോ നിങ്ങൾ വാശി പിടിക്കരുത്. അങ്ങനെ വാശി പിടിച്ചാൽ അത് നാറാൻ തുടങ്ങും. ആ നാറ്റത്തെ ആളുകൾ വിമർശിക്കും. അത് മനസ്സിലാക്കുക. അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. അപ്പൊ ആ പേപ്പട്ടി ജട്ടിയുടെ പ്രശ്നം എന്താ? ആ പേപ്പട്ടി ജട്ടിയിട്ട ആള് വന്നിട്ട് പറയും, എൻ്റെ ജട്ടിയാണ് ജട്ടി, നിങ്ങളുടെ ജട്ടിയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ജട്ടിയാണ്, ഇടുകയാണെങ്കിൽ എൻ്റെ ജട്ടി പോലെ ഇട്ട് നടക്കണമെന്ന് മാത്രമല്ല ഇത് വസ്ത്രത്തിന് മുകളിൽ ഇട്ടുകൊണ്ട് നടക്കും. അതാണ് ഇതിന്റെ പ്രശ്നം. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല.